മഹേഷിൽ നിന്നും സത്യങ്ങൾ അറിയുന്ന രേവതി ഞെട്ടിപ്പോവുകയും സച്ചിയുടെ മനസ്സിന്റെ നന്മ തിരിച്ചറിയുകയും ചെയ്യുന്നു. ശേഷം ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം സച്ചിയാണെന്നും അവൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്നും കൂട്ടുകാർ പറയുന്നതോടെ സച്ചിനെ ഓർത്ത് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. തുടർന്ന് രേവതി ആന്റണിയെ കാണാനായി പോകുന്നു. പിന്നീട് ആന്റണിയുടെ ഓഫീസിലെത്തുന്ന രേവതി സച്ചിയോട് കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ പറഞ്ഞതിന് ആന്റണിയോട് പൊട്ടിത്തെറിക്കുകയും എന്റെ സച്ചിയേട്ടന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലെന്നും പറയുന്നു. തുടർന്ന് രേവതി ആന്റണിയോട് ദേഷ്യപ്പെടുകയും തല്ലാൻ ഒഴുകുകയും ചെയ്യുമ്പോൾ ആന്റണിയുടെ ഗുണ്ടകൾ രേവതിയോട് ദേഷ്യപ്പെടുന്നു. ശേഷം എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് പറയുന്ന ആന്റണിക്ക് രേവതി കണക്കിന് കൊടുക്കുകയും ഇനി സച്ചിയേട്ടന്റെ പിന്നാലെ ചെന്നാൽ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നെ ചെരുപ്പൂരി അടിക്കുമെന്നും അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാമെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്നും പോകുന്നു. തുടർന്ന് രേവതി ചേച്ചി ഇവിടെ വന്ന വിവരം ശരത് അറിയരുതെന്നും ഉടനെ തന്നെ സച്ചിക്കും രേവതിക്കും നല്ലൊരു പണി കൊടുക്കണമെന്നും ആന്റണി ഗുണ്ടകളോട് പറയുന്നു. പിന്നീട് കാനഡയിൽ ജോലിക്ക് പോകാനുള്ള 14 ലക്ഷം രൂപ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരണമെന്ന് പറയുന്ന ശ്രുതിയോട് ദേഷ്യപ്പെട്ട് ശ്രുതി എഴുന്നേറ്റ് പോകുന്നു. ഇതേ സമയം ശ്രുതിയുടെ പാർക്കിലെ ഫ്രണ്ട് വീട്ടിലെത്തുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് മുതലും പലിശയും ചോദിച്ച് ഫ്രണ്ട് ശ്രുതിനെ വിരട്ടുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിയോട് ശ്രുതി പണം കടം വാങ്ങിയ വിവരവും ശ്രുതിക്ക് ജോലിയില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ആ പണം എനിക്ക് തിരികെ തരണമെന്നും ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് എത്രയും പെട്ടെന്ന് പണം തരണമെന്ന് ശ്രുതിയോട് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നതോടെ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.